നോമ്പ് തുറക്കി ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ളൊരു കിടിലൻ റെസിപ്പി പറഞ്ഞു തരട്ടെ. അടിപൊളിയാണ് കേട്ടോ. നോമ്പ് തുറക്കും പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാം. സൂപ്പറാണ്. വെജും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് അവിടെ വെക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു 1.5-1.25 കപ്പോളം മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറേശ്ശായിട്ട് വെള്ളവും കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനെക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ഇനി ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ നമ്മളിത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. വേണ്ടത് വെള്ളക്കടലയാണ്. നമ്മളിത് 3 മണിക്കൂറെങ്കിലും കുതിർത്തി എടുത്ത വെള്ളക്കടലയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് പച്ചമുളക്, ഇത്തിരി നല്ല ജീരകം, അതായത് ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. നല്ലപോലെ അരഞ്ഞു പോവരുത്. നമ്മളൊരു പരിപ്പ് വടയേക്കാളിലും കുറച്ചും കൂടെ അരഞ്ഞ രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കടല ഇട്ടു, കുറച്ച് നല്ല ജീരകം ഇട്ടു, അതുപോലെ മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഓരോന്നിലും ചേർത്ത് കൊടുക്കണം. ഓരോ ബാച്ചിലും ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരുപാടും കൂടെ അരഞ്ഞു പോകരുത്, എങ്കിൽ അത്യാവശ്യം അരയേം വേണം. ഈ ഒരു പാകത്തിന് നമ്മൾ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വേണമെങ്കിൽ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു കടല അരച്ചെടുക്കൂലേ, ആ ഒരു ടൈമിൽ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ, ആ കടലേൻ്റെ കൂടെ തന്നെ. ഇനി ഇതൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറിയ ഉരുളകളാക്കി മാറ്റി ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളിനി ബാക്കിയെല്ലാം ചെയ്ത് റെഡിയായി വരുമ്പോഴത്തേക്കിനും ഇത് നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് ഫലാഫൽ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഒരു ലെറ്റ്യൂസും കൂടെ ചുരുട്ടി പിടിച്ച് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ, കുറച്ച് മയണൈസും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫലാഫൽ നിറച്ചിട്ടുള്ള ഷവർമ്മ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ചിക്കനൊക്കെ വെച്ച റോളിനേക്കാളും സൂപ്പറാണ് ഈ ഫലാഫൽ റോൾസ്. മിനി ഫലാഫൽ റോൾസ് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. ഇതുപോലെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ചെറിയ ആ ഒരു ഇങ്ങനെ ഒരു വട്ടമായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ടും ചെയ്യാം കേട്ടോ. ഷവർമേൻ്റെ പോലെ വലുതായിട്ട് ചെയ്തിട്ട് 2-3 റോൾസ് നമ്മുടെ ആ ഒരു ഫലാഫലിൻ്റെ ഉണ്ടകൾ വെച്ചിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ മിനി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് ചെറിയ വട്ടം ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം, പൊരിച്ചെടുക്കാം, അതും നിങ്ങളുടെ ഇഷ്ടമാണ്. കുറച്ച് ഹെൽത്തിയർ വേർഷനായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എല്ലാം ഒന്നും വിടാണ്ട് തന്നെ നല്ലപോലെ പൊന്തി വരും. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളവർക്ക് നമുക്ക് മൈദയ്ക്ക് പകരം വീറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോഴും നന്നായി തന്നെ ഈ കുബൂസ് കിട്ടും. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ എല്ലാം പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ബോളുകളെല്ലാം നമ്മൾ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലേൻ്റെ ആ ഒരു ബോൾസൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മീഡിയത്തിലാക്കി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് വേവണേ. നമ്മുടെ ഫലാഫലിൻ്റെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഓരോ കുബൂസും ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക കേട്ടോ. നടുവിലായിട്ട് നമ്മൾ ആ ഒരു നമ്മൾ നന്നായിട്ട് പൊന്തിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇതുപോലെ ഒരു സൈഡ് ഒന്ന് കീറിയെടുക്കുക. ഉള്ളിലേക്ക് നമുക്ക് ഒരു ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ ക്യാബേജ് ആണെങ്കിലും മതി കേട്ടോ. ഒരു ചെറിയ പീസ് ക്യാബേജ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഫലാഫലിൻ്റെ ബോൾസ് ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കഷ്ണം കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയിട്ട് അത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കുമായിട്ട് ആ ഒരു മയോണൈസും കൂടെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫലാഫൽ മിനി റോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അടിപൊളി കിടിലൻ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും കഴിച്ചിട്ട് എന്നോട് താങ്ക് യു പറയണേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇത് ഞാൻ നോമ്പറക്കലിന് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.